ലോജിസ്റ്റിക്സ് കഴിഞ്ഞ ജൂണിൽ ജോയിൻ ചെയ്ത ബാച്ചിന്റെ ഫെയർവെൽ ആയിരുന്നു ഇന്ന്. അവിടെയാണ് ഞാൻ ഹാഷിമിനെ പരിചയപ്പെടുന്നത്. ഹാഷിം ഫെയർവെല്ലിന് വരുന്നത് പ്ലേസ്ഡ് ആയിട്ടാണ്. കോഴ്സ് കഴിഞ്ഞതിന് മുമ്പ് തന്നെ ആൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഹാഷിമിനെ കുറിച്ച് കാര്യം ചോദിക്കാനുണ്ട്. ഹാഷിമേ, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. എവിടെ ജോലി ചെയ്യുന്നത്? ഞാനിവിടെ കേസ് കമ്പനി എന്ന് പറയുന്ന കമ്പനിയാണ് ജോലി വർക്ക് ചെയ്യുന്നത്. ഇവിടെ വെയർ ഹൗസ് അസിസ്റ്റന്റ് ആയിട്ടാണ്. അവിടെ മാനേജ്മെന്റ്, ഓഫീസ് സ്റ്റാഫ്, അതിന്റെ കുറച്ച് വരുന്ന ഇമ്പോർട്ടൻറ്റ് എക്സ്പോർട്ട് കാര്യങ്ങൾ, അതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ വരുന്നത്. എത്രയുണ്ട് സാലറി പാക്കേജ്? ഒരു 20,000+ പാക്കേജ് ഉണ്ട്. എങ്ങനെയാ ജോലിയിലേക്ക് എത്തിപ്പെടുന്നത്? ജോലിയിൽ ഡിഗ്രി കഴിഞ്ഞാൽ ഓൾറെഡി ജോബ് ഉണ്ടായിരുന്നു. ആ ജോബ് കുറച്ച് സാറ്റിസ്ഫൈ അല്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ലോജിസ്റ്റിക്കിനെ പറ്റി കോഴ്സിനെ പറ്റി അറിയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ റിസർച്ച് ചെയ്തത് എങ്ങനെയുള്ള എടുത്ത് പഠിക്കണമെന്നാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്കിൽ വേഴ്സിറ്റിയെ പറ്റി അറിയുന്നത്. അടിപൊളി. അങ്ങനെയാണ് ഞാൻ അവിടേക്ക് വരുന്നത്. എന്താ സ്കിൽ വേഴ്സിറ്റിയെ പറ്റി അന്വേഷിച്ചപ്പോൾ ആദ്യം സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ പോയിന്റ് എന്തായിരുന്നു? നമ്മൾ ഇവിടെ LTP ഉണ്ട്, അങ്ങനെ ICLM ഉണ്ട്, അങ്ങനെ കുറച്ച് കാറ്റഗറീസ്. നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ, കമ്മ്യൂണിക്കേഷൻ, കുറേ ആക്ടിവിറ്റീസ് നമുക്ക് ഒരുപാട് ഇതുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് ശരിക്കും വേണ്ടത്. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, കുറേ കാര്യങ്ങൾ പഠിച്ചു. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടാനുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അത് രണ്ടും കിട്ടും. ലോജിസ്റ്റിക്കിനെ പറ്റിയും പഠിക്കും, നമ്മുടെ കോൺഫിഡൻസ് ബിൽഡാവുകയും ചെയ്യും. അപ്പം അങ്ങനെ ഞാൻ ഇവിടെ വന്നു. ഇന്റർവ്യൂവിന് പോയപ്പോൾ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഇന്റർവ്യൂവിന് പോയപ്പോൾ എക്സ്പീരിയൻസ് എന്നോടൊപ്പം 4 പേരുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവർ 3 പേരും മറ്റ് ഏതോ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പഠിച്ചത്. ഞാൻ അങ്ങനെ പറയല്ല, പക്ഷെ എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ LTP ICLM എന്ന കാറ്റഗറിയിൽ അങ്ങനെ പഠിച്ചു വന്ന ആളാണ്. എങ്ങനെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, അതിനെപ്പറ്റി എങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കണം എന്നെല്ലാം നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിന് ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. അപ്പം ഞാൻ പ്ലേസ്ഡായി. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ബാക്കി 3 ദിവസം എന്താ? ബാക്കി 3 പേർക്ക് പ്ലേസ്മെൻറ്റ് അവിടെ കിട്ടിയില്ല. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ജസ്റ്റ് വണ്ടി സ്റ്റാർട്ടാക്കി ഒരു 10 മീറ്റർ മുമ്പോട്ട് പോയപ്പോൾ തന്നെ HR ഒന്ന് വിളിച്ചു. പക്ഷേ നാളെ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എങ്ങനെ അവിടുത്തെ ഒരു വർക്ക് കൾച്ചർ വരുന്നത്? എന്തൊക്കെ ജോലി നമ്മൾ ചെയ്യേണ്ടി വരും? എക്സ്പോർട്ടിങ് വരുന്ന കാര്യങ്ങൾ കറക്റ്റാണോ നോക്കുക, ഇമ്പോർട്ടിങ്ങിന് പോകുന്ന കാര്യങ്ങൾ കറക്റ്റാണോ നോക്കുക, അതിൻ്റെ പാക്കേജിങ് കാര്യങ്ങളും നമ്മൾ എക്സൽ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ പഠിച്ചാൽ മാത്രം ജോലി കിട്ടൂല. അതായത് ഇപ്പോൾ യൂണിവേഴ്സിറ്റി വന്ന് പഠിച്ചാൽ ജോലി കിട്ടും എന്ന് പറഞ്ഞിട്ട് അത് അറിഞ്ഞു വന്നിട്ട് നമ്മൾ ജോലി ചെയ്യരുത്. എസ്പെഷ്യലി ഒരു വൈറ്റ് കോളർ ജോബാണ്, അത് ഞാൻ എവിടെയും പറയും. പക്ഷേ നമ്മൾ അതനുസരിച്ചുള്ള ഇത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, സ്കിൽസ് ബിൽഡ് ചെയ്യണം. നമ്മൾ കുട്ടികൾ പറഞ്ഞ തന്നെയാണല്ലോ, നമ്മൾ ആ ഒരു സംഭവം കഴിഞ്ഞൊരു 12 years ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റോപ്പ് സ്റ്റഡിങ് സ്റ്റാർട്ട് സ്കില്ലിംഗ്. അപ്പോൾ എന്താ ഇൻഡിവിജ്വലിന്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ഒരു കമ്പനി ബിൽഡ് ചെയ്യുക. അതായത് ഒരു എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് കമ്പനി ബിൽഡ് ചെയ്തിട്ട് വെറുതെ ഇവിടെ ഇട്ടേക്കാനല്ല, അത് എങ്ങനെ വളർത്തി കൊണ്ടുവരണം എന്നുള്ളത് കുറച്ച് കാര്യങ്ങളുണ്ട്. ആ രീതിക്ക് അത് പഠിച്ച് അത് വളർത്തി മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ കഴിഞ്ഞ 12 years പഠിച്ചതിനകത്ത് ഏറ്റവും കൂടുതൽ അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്ന സബ്ജക്ട് ഏതായിരിക്കും? എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മിൽ ഡെലിവറിയെ കുറിച്ച് പഠിക്കുന്ന, പ്രൊക്യൂർമെന്റിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. സിമ്പിളായിട്ട് ഞാൻ പറയാം. നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത് നാട്ടിലൊരു ഇമ്പോർട്ടിങ് കമ്പനി, അതായത് പുറത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകും, നമുക്ക് അവിടെ ബയേഴ്സിനെ കിട്ടാനില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം നമ്മൾ എന്തുകൊണ്ട് അവിടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നില്ല? അപ്പോൾ നമ്മൾ അവിടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുക. അതായത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് സാധനങ്ങൾ വരുന്ന രീതിയിൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് സാധനങ്ങൾ കയറ്റി വിട്ടാലും അവിടെയും വേറൊരു കമ്പനി, നമ്മുടെ സാധനങ്ങൾ അവിടെ എത്തണം. അതിന് നമ്മൾ അവിടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുക, നമ്മൾ ഇവിടെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബയേഴ്സ് അന്വേഷിച്ച് നടക്കേണ്ട കാര്യങ്ങളില്ല, നമുക്ക് ഓൾറെഡി ബയേഴ്സ് ഇങ്ങോട്ട് വരും. അതാണ് ഇതിൻ്റെ മെയിൻ ഇത്. അതിനുള്ളൊരു കോൺഫിഡൻസ് വേണം. അത് കിട്ടിയിട്ടുണ്ട്. അത് പല ഇവിടെ പഠിക്കുന്ന സാറുമാരിൽ നിന്നും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. സാറുമാരെന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കരീം സാറ് കുറേ സ്ഥലങ്ങളിൽ, എസ്പെഷ്യലി ഗൾഫിലൊക്കെ പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ഇപ്പോൾ അനീഷ് സാർ ആയിക്കോട്ടെ, രാജേഷ് സാർ ആയിക്കോട്ടെ. രാജേഷ് സാർ ഷിപ്പിങ്ങിൽ പുലിയാണ്. അതെ, ആ അർത്ഥത്തിൽ നല്ല ഡീപ്പ് ലെവൽ സാർ പറഞ്ഞു തരും നല്ലപോലെ. നീ പഠിപ്പിച്ചതിൽ, നമ്മൾ പല ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പഠിപ്പിച്ചതിൽ ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് തോന്നിയൊരു ഫാക്കൽറ്റി ക്ലാസ് ഏതാണ്? മനോജ് സാറിന്റെ ക്ലാസ് ആണ് 1, 2 കരീം സാറ്, 3 അനീസ് സാറ്. മൂന്നായിട്ട് ഞാൻ ലെവൽ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പല ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത ആളല്ല, ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ മനോജ് സാറിന്റെ കാര്യങ്ങൾ ഇൻവെന്ററി അത് ഫോക്കസ് ആണ്. ഏറ്റവും കൂടുതൽ നമ്മളൊരു എക്സ്പോർട്ടിങ് ഇൻവെന്ററി ആണ് മെയിൻ. ആ ഇൻവെന്ററിയെ പറ്റി പഠിക്കാൻ എനിക്ക് മനോജ് സാറിന്റെ ക്ലാസ്സിൽ പറ്റിയിട്ടുണ്ട്. നമുക്ക് കരീം സാറിന് കിട്ടുന്നത് അതിന് കോൺഫിഡൻസ് ആണ്. സാറ് ചെയ്ത കാര്യങ്ങളെ പറ്റി കേൾക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ്. അതാണ് ഞാൻ കരീം സാറിന്റെ 2ാമതൊരു സ്ഥാനം കൊടുത്തത്. 3ാമത് നമ്മൾ അനീസ് സാറാണ്. അനീസ് സാർ എന്താ എല്ലാ കാര്യങ്ങളെ പറ്റിയും സാറ് ചെയ്യും, പറഞ്ഞു തരും. അതാണ് ഒരുപാട് കമ്പനി ടൈ അപ്പ് ഡിപ്പാർട്ട്മെന്റിൽ സാർ കുറേ കമ്പനികൾ എന്ത് ചെയ്യുന്നുണ്ട് റിക്രൂട്ട് ചെയ്യാൻ. പിന്നെ കുറച്ച് സാറുമാരുടെ ക്ലാസ് മിസ്സായിട്ടുണ്ട് എനിക്ക്. നമ്മുടെ ഷമീർ സാറിനെ പോലുള്ള സാറുമാരുടെ ഒക്കെ ക്ലാസ് മിസ്സായിട്ടുണ്ട്. എന്നൊക്കെ കുറച്ച് സാർ എനിക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. പക്ഷേ ക്ലാസ്സിൽ ഇരുന്ന് ആ ക്ലാസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്. ജോലി കിട്ടിയെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നിന്നെ ഹെൽപ്പ് ചെയ്തു പ്ലേസ്മെന്റ് മെയിൽ വന്നിട്ടുണ്ടാവുമല്ലോ, എങ്ങനെയാണ് അത് വന്നത്? ജോബ് ഓഫർ വന്നത് ക്ലാസ് കഴിഞ്ഞു. ക്ലാസ് കഴിയുന്നതിന് 3 ദിവസം മുമ്പ് എനിക്ക് മെയിലുകളൊക്കെ വന്നു തുടങ്ങി. ഏകദേശം കമ്പനികളിൽ നിന്ന് വിളിച്ചു തുടങ്ങി. അപ്പോൾ ഞാനത് പോയി അറ്റൻഡ് ചെയ്യാൻ
അല്ല രണ്ട് കമ്പനി ഞാൻ ചെയ്തുള്ളൂ. ഞാൻ ഒന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിക്ക് മെയിൽ അയച്ചു. അത് പൊസിഷൻ മാറി കയറാനായിട്ട് ഞാൻ ഒന്ന് ഈ കമ്പനിക്ക് മെയിൽ അയച്ചു. പക്ഷെ എന്നെ ആദ്യം ഇത് ചെയ്തത് ഞാൻ രണ്ടാമത് മെയിൽ അയച്ച കമ്പനിക്കാണ്, അതായത് KSR കമ്പനിയിലേക്കാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ കമ്പനി മാറി ആ കമ്പനി വർക്ക് ചെയ്യുന്ന കമ്പനി തന്നെ മാറി കയറുന്നതിനെക്കാട്ടി ബെറ്റർ പുതിയ കമ്പനി. കാരണം നമ്മുടെ CV-യിൽ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് കാണിക്കാൻ പറ്റും. അതും ഒരു ഇതാണ്. അങ്ങനെ ഞാൻ രണ്ടാമത്തെ കമ്പനിയിലേക്ക് കയറി. ഡെഫിനറ്റ് ആയിട്ടും പുതിയ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് പഠിച്ചു കഴിയുമ്പോൾ ഒരു ജോലി എന്ന് പറയുമ്പോൾ. എന്താ അങ്ങനെ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ നീ എന്താ അവർക്ക് പറയാനുള്ള ഒരു കാര്യം? കരിയർ ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാൻ വേണ്ടി, നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കണം. വൈറ്റ് കോളർ ജോബ് കിട്ടും, നമ്മൾ അതിനുവേണ്ടി നിൽക്കണം, നമ്മൾ മെനക്കണം. ഒരിടത്ത് ഇരുന്നാൽ ചായ കുടിച്ചാലോ ഉറങ്ങിയാലോ കിട്ടൂല. പ്ലേസ്മെൻറ്റ് വരുന്നത് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക, നമ്മൾ മെയിൽ അയക്കുക, ഇൻ്റർവ്യൂവിന് പോവുക. അപ്പോൾ അതനുസരിച്ച് ഒരു ജോബിന് പോകുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യുക, ഒരു കമ്പനിയെപ്പറ്റി റിസർച്ച് ചെയ്യുക, എന്തായിരിക്കും ചോദ്യങ്ങൾ ഉത്തരങ്ങൾ അതൊക്കെ പഠിച്ചു വെച്ചിരിക്കുക, അങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. Definitely. All the best. Once again, thank you so much.